അടുത്ത നമ്മൾ 14ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫംഗ്ഷൻ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? ക്ലോസ്ഡ് ഇന്റർവൽ 1/2 to 1 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻഡ് ബൈ f of x equal to 4√2x³ minus 3 into √2x minus 1. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് പറയുന്നത്, ദ കർവ് y equal to f of x intersect the x axis exactly at 1 point. Then രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ദ കർവ് y equal to f of x intersect the x axis at x equal to cos π/12 എന്നാണ് നമ്മളോട് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? എന്താണ്? റൂട്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നത് നമുക്ക് നോക്കണമെങ്കിൽ റൂട്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ഇൻഡിവിജ്വലി ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് ഏതാണ് ശരിയെങ്കിൽ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്കിവിടെ വേറെ ഡയറക്റ്റ് മെത്തേഡിലൊന്നും ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഒന്നുകൂടി എഴുതുവാണ്. f of x equal to 4√2x³ minus 3√2x minus 1 ആണ്. അപ്പോൾ f' ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. f' കണ്ടുപിടിച്ചാൽ എന്ത് വരും മക്കളെ? then 12 into √2x² മൈനസ് എന്ത് വരും? 3√2 എന്നായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ. 12 into √2x² മൈനസ് 3√2 എന്നായിരിക്കും നമുക്ക് f' കിട്ടുന്നത്. ഇനി f" കൂടെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. f" എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? അതാ നോക്കിയേ. അപ്പോൾ 24√2x എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 24√2x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് നോക്കാം. ഇങ്ങോട്ട് തന്നെ എഴുതാം. ഇനി നമ്മൾ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഗ്രാഫൊക്കെ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഞാൻ ഗ്രാഫിക്കലിയാണ് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഫംഗ്ഷൻ നമ്മൾ തന്നു. ഞാൻ ഡെറിവേറ്റീവ് എടുത്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പോയിന്റ് ഓഫ് മിനിമം പോയിന്റ് ഓഫ് മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? f' ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 0യോട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ f' എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 12√2x² മൈനസ് 3√2 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 12√2x² ഈക്വൽ ടു 3√2 എന്ന് വരും. അപ്പോൾ √2 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 12x² ഈക്വൽ ടു 3 എന്ന് വരും. ദെൻ x² ഈക്വൽ ടു നമുക്ക് 1/4 എന്ന് വരും. ദെൻ x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? +or-1/2 എന്നും കിട്ടും അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് +or-1/2 കിട്ടി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്താണ്? മാക്സിമവും മിനിമവും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പം നോക്കിക്കേടാ, ഈ 1/2 മൈനസ് 1/2, അപ്പം f" നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം f"x പകരം നമ്മൾ എന്താണ് 1/2 കൊടുക്കുന്നു, -1/2 കൊടുക്കുന്നു. ഞാൻ f"ന് 1/2 എക്സിന് പകരം 1/2 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ 1/2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവ് വാല്യൂവേ കിട്ടുള്ളൂ അല്ലേ. അതെന്തായിരിക്കും? >0 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പം മിനിമം വാല്യൂ അല്ലേ, മിനിമം അറ്റ് 1/2 നമുക്ക് കിട്ടുന്നത്. ഇനി f" എന്ന് പറയുന്നത് -1/2 ആണ് നമ്മൾ കൊടുക്കുന്നെങ്കിലോ, -1/2 ആണ് ഇവിടെ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ഇതൊരു -1/2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? മൈനസ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം <0 ആയിരിക്കും കിട്ടുന്നത്. അപ്പം മാക്സിമം ആയിരിക്കും അതല്ലേ. മാക്സിമം അറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മാക്സിമം അറ്റ് x ഈക്വൽ ടു എന്ത് കിട്ടും? -1/2 ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഇനി നമ്മൾ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ്? മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ഇത് പോയിന്റ് ഓഫ് മാക്സിമം പോയിന്റ് ഓഫ് മിനിമം നമുക്ക് 1/2 +1/2 -1/2 ഒക്കെ കിട്ടി. ദെൻ നമ്മളത് f"*നകത്ത് നോക്കിയിട്ട് മിനിമം എപ്പോഴാണ് കിട്ടുന്നത്, മാക്സിമം എപ്പോഴാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ. അപ്പം f(1/2)ഉം f(-1/2) നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. f(1/2) എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ താണ്ട് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 4√2 × 1/8 - 3√2
3√2 ഇൻറ്റു 1/2 -1. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -√2 -1 എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. ഇത് <0 ആയിരിക്കും നമുക്ക് വാല്യൂ വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താ നമുക്ക് കിട്ടുന്നത്? അടുത്തത് നമുക്ക് f of -1/2 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ f of -1/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? √2 -1 എന്നായിരിക്കും കിട്ടുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് <0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത് നോക്കിക്കേ. ഇതെൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ പ്ലോട്ട് ചെയ്തതാണ്. എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ഓക്കെ, ഇനി നോക്കിയാൽ മക്കളെ 1/2 -1/2 ആണ്. അപ്പോൾ -1/2 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ദെൻ 1/2 എന്ന് വരുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇതാ ഇനി നോക്കിയേ, f of 1/2 f of -1/2. f of -1/2 കൊടുത്തപ്പോൾ <0 ആണ് അല്ലേ. നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വന്നിരിക്കുന്നത്? ഇതാ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയായിട്ട് വരും? ഇവിടെ ആയിട്ടായിരിക്കും ആ പോയിന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത് നോക്കിയേ, 1/2 കൊടുത്തപ്പോൾ നമുക്ക് <0 ഒരു വാല്യൂ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും വരുന്നത്? ഈ ഒരു പൊസിഷനിലായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇനി നിങ്ങൾ f of 0 ഒന്ന് കൊടുത്ത് നോക്കിയേ. f of 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം 0 ആയി പോകും, -1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് -1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി -1 ടച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും. ഇനി നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ എവിടുന്നാണ് നോക്കിക്കേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ 1/2, 1 ആണ് അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവൽ 1/2, 1. നമുക്ക് ചെറിയൊരു വ്യത്യാസം ഇവിടെ ഒന്നുകൂടെ മാറ്റി വരയ്ക്കട്ടെ. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവൽ 1/2, 1 എന്ന് പറഞ്ഞാൽ 1 ഇവിടെയാണോ നമുക്ക് അറിയത്തില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? f of 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കുന്നു. ഓക്കെ, f of 1 ഞാൻ കണ്ടുപിടിക്കുകയാണ്. f of 1 കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് 4√2 - 3√2 -1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 -1 എന്ന് വരും. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എവിടെ വരുള്ളൂ? ഈ പൊസിഷനായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണോ മക്കളെ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ -1/2നും 1നും ബിറ്റ്വീനും നമുക്ക് ഒറ്റ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഗ്രാഫ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് കേസ് നോക്കിയാൽ ദ കർവ് y = f of x. ദ കർവ് y = f of x intersect the x axis exactly at one point. ഈ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നോക്കിയേ, ഈ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എന്താ ചെയ്തിരിക്കുന്നത്? x ആക്സിൽ ഒറ്റ തവണയെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ശരിയാണ് അല്ലേ. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണോ നോക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുന്നത്? ദ കർവ് y = f of x intersect the x axis at x = cos π/2. അങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് 2 ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2 ആണ്. അപ്പം f of x നമുക്കറിയാം. f of x എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് √2 4√2x³ അല്ലേ. ഇപ്പം ഞാൻ √2നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. √2നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ദെൻ അകത്ത് എന്ത് വരും? 4x³ - 3x - 1 എന്ന് വരും അല്ലേ. അപ്പം അറ്റ് x = എന്താണ്? കോസ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ മക്കളെ? cos π/12 ആണ് അല്ലേ. ഇന്റർസെക്ട് എക്സ് ആക്സെറ്റ് ഇപ്പോൾ cos π/12 ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന്, അതായത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. x = cos π/12. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതാണ്ട് f of cos π/12 കണ്ടുപിടിക്കണം. f of cos π/12 നമ്മൾ കിട്ടുന്നുണ്ടോ നോക്കുക. സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം നോക്കിയേ, √2 × 4x³ പകരം cos³ π/12 വരും അല്ലേ. ഓക്കെ, π/12. then -3 × cos π/12. ഇവിടെ π/12 ആണ് കേട്ടോ. π/12 -1. ഓക്കെ, ഇനി നമുക്കിത് നോക്കാം മക്കളെ. ഇത് നോക്കിയേ, 4 cos³ θ - 3 cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? cos 3θ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √2 × cos 3 × θ π/12 ആണ് അല്ലേ. -1. അപ്പോൾ നമുക്ക് എന്ത് വരും? √2 × cos π/4 -1 എന്ന് വരും. ദെൻ √2 × cos π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. -1 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ.
റൂട്ട് ടൂവും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 - 1 0 0 എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ ആണല്ലോ അല്ലേ അപ്പം എന്താണ് കറക്റ്റ് ആണ് പറയുന്നത് ദ കർവ് y = f of x intersect at x axis at x = cos π/12 അപ്പോൾ അവിടെ 0 എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ് ബോത്ത് 1 and 2 ആർ കറക്റ്റ് അല്ലേ അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണല്ലോ